ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വൈഫിൻ്റെ സിസ്റ്ററുമായിട്ട് നമ്മൾ സ്കാനിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ 35 ആഴ്ച പൂർത്തിയായി. 35ാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിനാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ വൈഫുമാണ് ഇന്ന് കൂടെ പോകുന്നത്. ടിൻസ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ട് വേണം പോകാനായിട്ട്. കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജിലാണ് നമ്മൾ കാണിക്കുന്നത്. കുട്ടികൾ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടുപേരുടെയും വെയിറ്റ് തമ്മിലുള്ള വേരിയേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ദിവസം വെയിറ്റ് ചെയ്യേണ്ട എന്നാണ് ഞങ്ങളുടെയും ഡോക്ടറിൻ്റെ എല്ലാവരുടെയും തീരുമാനം. നമുക്കെന്തായാലും ഇന്ന് സ്കാനിങ് ഉണ്ട്. സ്കാനിങ്ങിന് ഒരുപാട് സമയം പോകും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഡോക്ടർക്കുള്ള ചീട്ട് ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സ്കാനിങ് കഴിയുമ്പോൾ നേരെ ഒന്ന് ഡോക്ടറെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ സ്കാനിങ്ങിന് പോവുകയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഒരു സ്ഥലമാണ് സ്കാനിങ്ങിന് പോവുക എന്ന് പറയുന്നത്. കുറേ നേരം കാത്തിരുന്നു. അതിനുശേഷം സ്കാനിങ്ങിന് വിളിച്ചു. സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ റിസൾട്ട് എല്ലാം ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ അനു മാത്യുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിറങ്ങിയോടുകൂടി അന്ന് തന്നെ അഡ്മിഷൻ പറഞ്ഞിരിക്കുകയാണ്. ഡോക്ടറെ കണ്ടിട്ട് പിന്നെ നേരെ പോയത് ലേബർ റൂമിലേക്കാണ്. നമുക്കവിടെ PV ചെയ്യാനുണ്ട്, അത് ഉള്ളു പരിശോധിക്കാനുണ്ട്. അതിനുശേഷം നമ്മളെ മാറ്റിയത് അവിടുത്തെ വാർഡിലേക്കാണ്. അപ്പോൾ റൂമൊന്നും അവൈലബിൾ അല്ലായിരുന്നു. വാർഡെന്ന് പറഞ്ഞാൽ നല്ല ശോകം വാർഡായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അവസാനം നമുക്കങ്ങനെ റൂം കിട്ടി. റൂമിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും ആശ്വാസമായത്. റൂമിലേക്ക് നമ്മൾ വരുന്നത് ഏകദേശം സമയം ഒരു 9:30-10 മണിയോടെ അടുത്തു. രാത്രി ആ സമയമായി. നമ്മൾ രാവിലെ 9 മണിക്ക് പോയതാണ്. എന്തായാലും റൂമിൽ വന്നതോടുകൂടി ആർക്കും സമാധാനമായി. എന്തായാലും പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും നോർമൽ ഡെലിവറി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉപേക്ഷിച്ചു. കാരണം PV ചെയ്ത സമയത്ത് ആൾക്ക് അല്പം ബ്ലീഡിങ് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെൻഷനും കൂടി. അതുകൂടാതെ ട്വിൻസ് ആയ കാരണം ഇനി ചിലപ്പോൾ ഒരാൾ നോർമലായിട്ട് പുറത്തു വന്ന് മറ്റേ ആൾ എന്തെങ്കിലും തിരിഞ്ഞു പോവുകയോ ഇതിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ സിസേറിയൻ തന്നെ ആക്കാം എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തോടുകൂടി തന്നെ രാവിലെ തന്നെ ഡോക്ടർമാരെല്ലാം വന്നിരുന്നു. എല്ലാം നോക്കി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ തിയേറ്ററിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ അവളുടെ ഹസ്ബൻഡ്, ഇതാണ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും 2 വീട്ടുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. നമ്മൾ നേരെ ലേബർ റൂമിലേക്കാണ് ഈ പോകുന്നത്. നമുക്ക് റൂം കിട്ടിയിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ലേബർ റൂം വരുന്നത്. അപ്പോൾ ലിഫ്റ്റിൽ തന്നെ പോവുകയാണ് താഴേക്ക്. ബാക്കിയെല്ലാം സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. അങ്ങനെ അവളെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവൾ കയറിയപ്പോൾ മുതൽ പുറത്തിരുന്ന് എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥന തന്നെയായിരുന്നു, ആർക്കും ഒരു ആപത്തും ഉണ്ടാവരുത് എന്നുള്ള. എന്തായാലും അതിൻ്റെയൊക്കെ ഫലം കൊണ്ട് തന്നെ നമുക്കധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്തായാലും കുട്ടികൾക്കും അവൾക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ വെയിറ്റ് കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം നേരെ NICUയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെ കുട്ടികളെ പുറത്ത് കൊണ്ടുവന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് കാണാനുള്ളൊരു സമയം അവർ തന്നു. 2 ആൺകുട്ടികളായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷമുള്ളതാണെന്നുള്ളത് ചുറ്റുമുള്ളവരുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു.
അവിടുന്ന് പിന്നെ 2 കുട്ടികളുമായിട്ട് നേരെ പോയത് NICUയിലേക്കാണ്. കാരണം കുട്ടികൾക്ക് വെയിറ്റ് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. 2ൻ്റെ താഴെയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ NICUയിൽ എന്തായാലും കൊണ്ടുപോകുന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് തോന്നിയായിരുന്നു. എന്തായാലും കുട്ടികളെ NICUയിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ അവളിറങ്ങണം. അവളിറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്തായാലും അവളും ഇറങ്ങി. അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളെയും എന്തായാലും ICUയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. 2 ദിവസം മിക്കവാറും ICUയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകെയുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി കുട്ടികളുടെ പുതിയ വിശേഷങ്ങളും അവളുടെ വിശേഷങ്ങളും എല്ലാമായി നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.